ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. ഓയ് ലാലു വീര, ഒരു പ്രശ്നമില്ലല്ലോ. പട്ടു സാർ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഈ ബട്ടൂട്ട് സിക്സ് സെൻസ് എന്താ പറയുന്നത് വെച്ചാ ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന്. പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ വന്നിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഈ ഡോഗ് ട്രെയിനർ കെയുടെ ഹാർദമായ സ്വാഗതം. എല്ലാരും കുറച്ചു സമയത്തേക്ക് മൗനം പാലിക്കും. ആരും നിങ്ങളുടെ സ്ഥലം വിട്ട് അനങ്ങരുത്. അങ്ങനെ അനങ്ങിയാൽ ഈ ഡോഗ്സ് നിങ്ങളെ കടിക്കുന്നതായിരിക്കും. ഇപ്പൊ ബാങ്ക് മാനേജർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയുള്ള മൊത്തം പണവും ആ ബാഗിലേക്ക് മാറ്റിയിട്ട് ക്യാഷ് കൗണ്ടറിന്റെ മുമ്പിൽ വെക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം. ഗട്ടു, ഇവിടെ വിശ്വരാംപൂർ ബാങ്കില് ഡോഗ്സിനെ വെച്ച് കൊള്ളയടിക്കുന്നു. ഫോൺ വെച്ചു. നീ കണ്ടില്ലേ, ഞാൻ ഫോൺ വെച്ചു. അവസ്ഥ മനസ്സിലാക്കി കട്ടു. ഈ 5 നായ്ക്കൾ ചേർന്ന് ബാങ്ക് കൊള്ളയടിക്കാൻ പോകുന്നു. നീ പെട്ടെന്ന് വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങളുടെ അവസ്ഥയൊക്കെ മോശാവട്ടാ. പെട്ടെന്ന് വാങ്ങി. ഓക്കെ, ഞാനിതാ എത്തിപ്പോയി. ഇത് വൺ വേ ആയതുകൊണ്ട് റിവേഴ്സ് എടുത്ത് പോകേണ്ടി വരും, അല്ലെങ്കിൽ ബാങ്കിലെത്താൻ സമയമാവും. എന്താ ചെയ്യുന്ന? ഞാൻ പറയുന്നത് കേക്ക്. നിക്ക്, അങ്ങോട്ട് പോകരുത്. നമുക്ക് തിരിച്ചാണ് പോവേണ്ടത്. നിക്ക്, സോറി മണവാളച്ചക്ക, സമയമില്ല. നിങ്ങൾ ആക്ച്വലി വൺ വേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഈ കുതിരയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, എന്റെ കല്യാണാണെന്ന്. നിക്ക്, എന്റെ വാള് തന്നിട്ട് പോ. ഇന്ന് എന്റെ കല്യാണമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ എന്റെ കല്യാണം നടക്കൂ. ഇന്ന പിടിച്ചോ, എന്റെ കോട്ട് വേണമെങ്കിൽ പിടിച്ചോ, എന്റെ ഷൂ വേണമെങ്കിൽ എടുത്തോ. ഇന്ന് കല്യാണം നടന്നതുപോലെ തന്നെ. അല്ല ബട്ടു, നീ അവിടെ എന്തെടുക്കാണ്? പ്രകൃതി സൗന്ദര്യം നോക്ക്. ആ ഡോഗ്സ് എല്ലാം കൊള്ളയടിച്ചോണ്ട് പോയടാ. നമുക്ക് അവർ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തണം. അല്ലെങ്കിൽ എല്ലാം പ്രശ്നമാവും. ഈ വഴി കൂടെ അവർ പോയത്. ഓക്കെ ബട്ടു. ഈ ഡോഗ്സിനെ എവിടെയും കാണുന്നില്ലല്ലോ. എങ്ങോട്ടായിരിക്കും പോയത്? ആടിപൊളി. ഞാൻ വളർത്തുന്ന സിംഹക്കുട്ടികളെ. നിങ്ങൾ നായകളല്ല, ഞാൻ വളർത്തുന്ന സിംഹങ്ങളാണ്. ആർക്കും ആലോചിക്കാൻ പറ്റാത്തത് നിങ്ങൾ ചെയ്തിരിക്കുന്നു. അതായത് ബാങ്കിനകത്ത് കടന്നു മോഷ്ടിച്ചിരിക്കുന്നു. ഇതാ മുഴുവൻ കഴിച്ചോളൂ. കഴിക്കൂ.
എന്താടാ ചെയ്യുന്നത്? അല്ല ഇൻസ്പെക്ടർ സാറോ, നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നത്? ഒരു കോള് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരില്ലായിരുന്നോ? ഉം, ഉം. ടിങ് ടോങ്, വേഗം വരൂ. കണ്ടില്ലേ ഇൻസ്പെക്ടർ മൻമാനി സാർ, അദ്ദേഹത്തിന് ചായ കുടിക്കുന്നത് വളരെ ഇഷ്ടമാണ്. നമസ്കാരം സാറേ. ശരി പോ, സാറിന് സ്പെഷ്യൽ ബ്ലാക്ക് കോഫി കൊണ്ടുവാ. അതും അരിക്കാതെ കൊണ്ടുവരണം കേട്ടോ. ഇപ്പൊ കൊണ്ടുവരാം സാർജി. നോക്കിയ മൻമാനി സാർ, നിങ്ങൾ ടിങ് ടോങ്ങിന്റെ കയ്യിൽ നിന്ന് ഒരു കോഫി കുടിക്കുകയാണെങ്കിലുണ്ടല്ലോ എല്ലാം മറന്ന് പിന്നെ പറക്കാൻ തുടങ്ങുന്നേ. ഇന്ന് വിശ്രാംപൂരിലെ ബാങ്കിൽ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. അതും ഡോഗ്സ് മോഷ്ടിച്ചെന്നാണ് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡ് ആയിരുന്നില്ലേ? അതുകൊണ്ട് തന്നെ ഈ മോഷണം നിങ്ങളായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഒരു സംശയവുമില്ല, എനിക്കതിൽ നല്ല ഉറപ്പുണ്ട്. മര്യാദയ്ക്ക് സത്യം സമ്മതിക്കുന്നതാണ് നല്ലത്. ഞാൻ നിങ്ങൾക്ക് 2 ദിവസം സമയം തരാം. മോഷ്ടിച്ച പണമൊക്കെ തിരിച്ചു തരണം. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ജയിലിൽ അടയ്ക്കുന്നതാണ്. എന്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയാൽ ഞാൻ നിങ്ങളെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. മനസ്സിലായോ? നിങ്ങളോടാ ചോദിച്ചത്. അലക്കി കളഞ്ഞു സാറേ. സാറിനെ നിങ്ങൾ എന്തായാലും ഇവരെ പിടിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഭയങ്കര സംഭവം തന്നെയാ സാറേ. എനിക്ക് ആ സെക്യൂരിറ്റി ഗാർഡിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇപ്പൊ വേണം. വേഗം പറയൂ, എന്താണ് നോക്കുന്നത്? അല്ല, ഈ ബ്ലാക്ക് കോഫിന് വേറെ എന്തൊക്കെയാ ഇടുക? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. കുറച്ച് ഉണക്കമുളക്, പിന്നെ 1 സ്പൂൺ കടുക്, പിന്നെ കുറച്ച് ഗരം മസാല ഇടാം, പിന്നെ കുറച്ച് സാൾട്ടും, പിന്നെ കുറച്ച് സോസും, പിന്നെ വാഴപ്പഴം. മൻമാനി സാറിനുള്ള സ്പെഷ്യൽ കോഫി റെഡി ആയിരിക്കാണ്. ഇതാ കോഫി, കുടിച്ചോളൂ സാബ്ജി. മൻമാനി സാറേ, ആദ്യം ടിങ് ടോങ്ങിന്റെ സ്പെഷ്യൽ കോഫി ഒന്ന് കുടിച്ചു നോക്ക്. അത് കഴിഞ്ഞ് സമാധാനമായിട്ട് സംസാരിക്കാലോ. ഓഹോ, ഇതെന്താ ഇങ്ങനെ തണുത്തിരിക്കുന്നത്? ഇത് കോഫിയാണോ അല്ല ജ്യൂസ് ആണോ? പിന്നെ ഞാൻ നിങ്ങൾക്ക് 2 ദിവസമാണ് സമയം തന്നിരിക്കുന്നത്. സാറേ, സാറേ എന്താ വെച്ചത്? സാറേ, സാറേ എന്നെ വിട്ട് പോലെ. സാറേ, കോഫി കുടിച്ചാ പറക്കുന്ന വെറുതെ പറഞ്ഞ് നിങ്ങൾ ശരിക്കും പറക്കാണല്ലോ. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടുമെന്ന് നിങ്ങൾ കരുതണ്ട. ടിങ് ടോങ്, എന്താണ് നീ കാണിച്ചത്? ഫ്രിഡ്ജ് തുറന്ന് കുറച്ച് തണുത്ത വെള്ളം കുടിക്കാം. പ്രൊഫസർ, നിങ്ങൾ ഇപ്പോഴാണോ വന്നത്? ഞങ്ങള് പേടിച്ചു പോയി കേട്ടോ. പ്രൊഫസർ വന്നത് കറക്റ്റ് സമയത്താണ്. ഞങ്ങൾക്ക് ഹെൽപ്പ് വേണമായിരുന്നു. 24 മണിക്കൂറും ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, കണ്ടില്ലേ എന്റെ ക്രിയേഷൻ? സാറേ, നിങ്ങൾ ഭയങ്കര സംഭവം തന്നെയാണ്. നിങ്ങൾ വലിയ മഹാനാണ്. പക്ഷെ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ പറക്കുന്നത്? ഇതൊക്കെ എനിക്ക് വളരെ നിസ്സാരമായ കാര്യമാണ്. മനസ്സിലായോ? സാറേ, നമുക്ക് നിലവിളിക്കാൻ തുടങ്ങാല്ലേ? കാരണം നമ്മളിപ്പോ താഴെ വീഴാൻ പോവാ. അയ്യോ! ഡോഗ്സിനെ കൊണ്ടാണല്ലോ മോഷ്ടിച്ചിരിക്കുന്നത്. മിടുക്കരാണവർ. പ്രൊഫസർ, ഞങ്ങൾക്ക് വേണ്ടത് ഒരു ഗാഡ്ജറ്റ് ആണ്. ഏതെങ്കിലും കടയിലോ ബാങ്കിലോ കയറി ആരെങ്കിലും മോഷ്ടിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഉടനെ അറിയണം. മാത്രമല്ല നല്ല ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു വണ്ടിയും വേണം അവിടെ ചെന്നെത്താൻ. സ്പീഡിൽ പോണെങ്കിൽ നിങ്ങൾ ആ ബൈക്ക് എടുത്തോളൂ. ബാക്കിയൊക്കെ ഞാൻ ആലോചിച്ചിട്ട് പിന്നീട് പറയാം. ഈ മോട്ടോർ സൈക്കിൾ അടിപൊളിയാണല്ലോ. ഇത് മോട്ടോർ സൈക്കിൾ ആണോ അല്ല എന്താ മാറ്റർ മനസ്സിലാകുന്നില്ലല്ലോ. ഈ മോട്ടോർ ബൈക്ക് നിങ്ങൾ ഒരുപാട് സ്പീഡിൽ കൊണ്ടുപോയി എത്തിക്കുന്നതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന് റിവേഴ്സ് ഗിയറും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ മോണിറ്ററിൽ കാണാനും പറ്റുന്നതാണ്. ഏത് ബാങ്കിലൊക്കെ മോഷണം നടക്കുന്നുണ്ടോ ആ ബാങ്കിലേക്കുള്ള വഴി ഇതിൽ തെളിഞ്ഞു കാണുന്നതാണ്. പറയുന്നു ഇവിടെ പ്രശ്നം വരാൻ പോകുന്നത് പറയുന്നു. ഇവിടെ വലിയ പ്രശ്നം വരും. ഇനി എന്ത് പ്രശ്നമോ ഉണ്ടാവാൻ പോകുന്നത്? ഇവിടെ ഇപ്പോ നീ പറഞ്ഞത് ശരിയാണ്. പ്രശ്നം നടക്കുന്നത് ഇന്റർനാഷണൽ ബാങ്കിലാണ്. ലെറ്റ്സ് ഗോ. എന്നാ ഇങ്ങനെ
ബട്ടു ബൈക്ക് എടുത്തോണ്ട് വാ. ഞാൻ എന്താ വരൂലെന്ന് വിചാരിച്ചോ? തടഞ്ഞ റിവേഴ്സിലെ പുല്ലോ, ഇതെടുത്ത് മൂക്കിൽ വെക്കാം. ഹേയ് ഹേയ് ഹേയ്. അല്ല നിക്ക്, അങ്ങനെ പോയാലെങ്ങനെ? ബട്ടു, നീ എവിടെയാ ഉള്ളത്? പ്രൊഫസറിനെ ഞാൻ കണ്ടിട്ടല്ലോ. ആളെന്ത് വണ്ടിയാ കണ്ടുപിടിച്ചിരിക്കുന്നത്? ഫസ്റ്റ് കയറിട്ട് ക്ലച്ച് പിടിച്ചിട്ടില്ല. വണ്ടി നേരെ ആ reverse ബൈക്ക് ലാണ് വിളിച്ച് പോകുന്നത്. വാൻ നിർത്താൻ നോക്ക്. ഏയ്, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ ചെയ്യുന്നത്? എന്തിനാണ് രണ്ടുപേരും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എടോ, സംസാരിച്ചോണ്ടിരിക്കുമ്പോ എങ്ങോട്ടാ പോകുന്നത്? വരൂ വരൂ, ഈ അത്ഭുതകരമായ ടെറർ ഏരിയയിലേക്ക് സ്വാഗതം. നിങ്ങൾ രണ്ടുപേർക്കും ഈ കേക്കയുടെ വികൃതമായ നമസ്കാരം. അതിഥികൾ ദൈവത്തെ പോലെയാണെന്ന് പറയും. അതുകൊണ്ട് നിങ്ങളെ വരൂ വരൂ എന്ന് സ്വാഗതം ചെയ്യും. ജീവിതത്തിൽ ആദ്യത്തെ പ്രാവശ്യമാണ് എന്റെ ഡോഗ്സ് മോഷ്ടിക്കാതെ വന്നിരിക്കുന്നത്. അതിന് കാരണക്കാർ തീർച്ചയായും നിങ്ങൾ രണ്ടുപേരുമാണ്. അതിഥികൾ ദൈവത്തെ പോലെയാണെന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളെ ഞാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് തന്നെ പറഞ്ഞു വിടാൻ പോവുകയാണ്. വിഷമിക്കണ്ട, നിങ്ങൾ രണ്ടുപേരും ആരാണെന്നൊന്ന് പറയാവൂ. അതായത് നിങ്ങളുടെ പേരുകൾ പറയൂ. കേട്ടു? ഇയാളടുത്ത് നമ്മുടെ പേര് മാത്രം പറയരുത്. എത്ര വലിയ പ്രശ്നം വന്നാലും ശരി. ഈ കട്ടുപൊട്ടിന് പേടിയില്ലെന്ന് അയാൾക്ക് മനസ്സിലാവണം. താങ്ക്സ് ബട്ടു, നീ തന്നെ പേര് പറഞ്ഞു കളഞ്ഞു. ഞാൻ പറഞ്ഞല്ലേ, അതൊരു എമോഷനിൽ അറിയാതെ വന്നത്. ഗട്ടു ബട്ടു, ഇപ്പൊ എന്റെ ഈ നായകൾ നിങ്ങളുടെ ജീവൻ എടുക്കാൻ പോവുകയാണ്. ഡോഗ്സ് അറ്റാക്ക്! പോകൂ! അവിടെ നിൽക്ക്, പോയി അറ്റാക്ക് ചെയ്യൂ. വരൂ വരൂ, എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നത്? പക്ഷെ ഈ പ്രാവശ്യം തുമ്മിയാൽ എക്സ്ക്യൂസ് മീയോ സോറിയോ പറയണം കേട്ടോ. ഓ, എന്ത് പറ്റി എന്റെ നായകൾക്ക്? ഞാൻ എന്റെ സ്പെഷ്യൽ ഡോഗ്സിനെ വിളിക്കാം. ആനിയം ബാവ, ചേട്ടൻ ബാവ, ഓടി വരൂ. നിങ്ങൾ വേഗം പോയി അവരെ അറ്റാക്ക് ചെയ്യൂ. ഓടിക്കോ ബട്ടു. കണ്ടു, ഈ ഡോഗി നമ്മളെ വിളില്ലെന്ന് തോന്നുന്നേ. ഗട്ടു, എന്നെ പെട്ടെന്ന് വന്ന് രക്ഷിക്ക്. ഈ ഡോഗിന് വല്ല ടാലന്റ് ഒക്കെ കിട്ടാ. എന്നെ വിട്, എന്നെ വിടാനല്ലേ പറഞ്ഞേ. അറ്റാക്ക് ചെയ്യൂ. എന്താണ് അവനെ വിട്ടിട്ട് എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത്? അവനെ പോയി കടിക്കേ. എന്റെ ഓമനകളെ, പുല്ലിതാ ഇവിടെ ഉണ്ട്. നിങ്ങൾ ചെന്ന് ഈ പുല്ല് കൊണ്ടുവന്നവനെ പുല്ലാക്കിക്കളാം. ഗട്ടു, ഗട്ടു ഇവിടെ ഉണ്ട്. വെരി ഗുഡ് ബട്ടു, നീ ഓടിക്കോ.
ബട്ടു ഈ കയറെന്താ താഴേക്ക് പോകുന്നത്? എന്തുട്ടാണ് ഈ പറയാൻ കയറില്ല. കണ്ടു എന്തിനാ ഓടുന്ന എന്നെ തനിച്ചാക്കിട്ട് ഓടിയിടണ നീ. കണ്ടു കണ്ടു. കമോൺ, ആദ്യം ആരാ വരാൻ പോകുന്നത്? വരൂ വരൂ, വേഗം വരൂ. ഐഡിയ കണ്ടു. ഇപ്പൊ എന്റെ അടുത്ത് ഐഡിയ ഉണ്ട്. ഞാനിപ്പോ ഓരോരുത്തർക്ക് എങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുന്നു നോക്കിയോ. പേടിക്കേണ്ട കാര്യമില്ല, വരൂ വരൂ. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് അവനറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവനെ അറ്റാക്ക് ചെയ്യാം. എന്താ ഇത്? കണ്ടു. എന്താ ഒരു ഡോഗി പേടിക്കാത്തത്? പറയാ. ഈ പുല്ലിന്റെ പവർ പോയടാ. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എന്നോട് ചോദിക്കാമായിരുന്നില്ലേ? ഇനിയിപ്പോ ഓടിക്കോ. ഇനി നീ ഒറ്റയ്ക്ക് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാനും കൂടി നോക്കട്ടെ. ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്താടാ കുന്തം വിഴുങ്ങിയത് പോലെ നിൽക്കുന്നത്? അവനെ വിടല്ല, ഓടിച്ചെല്ല്. ഓടിക്കോ. ഡിഷ്ക, ഓ ഡിഷ്ക, ഡിഷ്ക, ഏ ഡിഷ്ക. യാ. അവിടെ നിൽക്ക. അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഇനി എന്തെങ്കിലും വേണോ? ഇന്നാ പിടിച്ചോ. ഞങ്ങളോട് ക്ഷമിക്കും, ഒന്നും ചെയ്യരുത്. അനങ്ങിപ്പോകരുത്. ഹാൻഡ്സ് അപ്പ് എവരിവൺ, യു ആർ അണ്ടർ അറസ്റ്റ്. ആരെങ്കിലും ഓടി രക്ഷപ്പെടാൻ നോക്കിയാൽ പിന്നെ ഞാൻ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. നിങ്ങൾ എത്ര വലിയ പുള്ളികളായാലും ഈ മന്മാണിയുടെ മുമ്പിൽ നിങ്ങൾക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. കുറ്റവാളിയുടെ ഒരു മണം മതി എനിക്ക് അവൻ അറസ്റ്റ് ചെയ്യാൻ. വരൂ, ജയിലിലേക്ക് വരൂ. മനസ്സിലായോ? വരാനാ പറഞ്ഞത്. ഇവരുടെ ഒരു തെറ്റും അല്ലെന്നേ. ഇനി എന്തായാലും നിങ്ങൾക്ക് സ്വതന്ത്രമായി നടക്കാം. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീഡം ആണെന്നേ. ഇതിനെ നിൽക്കുന്നത് പോയിക്കോളൂ.